നമ്മളിൽ പലരും സ്വത്തുക്കൾ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നമ്മൾ കരുതിയിരുന്നത് ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്താൽ, ആധാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഓണറിനെ തീരുമാനിക്കുക, അതിന്റെ ഓണർഷിപ്പ് തീരുമാനിക്കുക എന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് തെറ്റാണെന്നാണ് സുപ്രീം കോടതി റീസെന്റ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റീസെന്റ് റൂൾഡ് ദാറ്റ് ദ ആക്ട് ഓഫ് രജിസ്റ്ററിംഗ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഇൻ ഇറ്റ് സെൽഫ് കൺഫേം ഓണർഷിപ്പ് റൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതൊരു ഓണർഷിപ്പിനെ തീരുമാനിക്കുന്ന കാര്യമല്ല. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, രജിസ്ട്രേഷൻ ക്യാൻ സപ്പോർട്ട് ആൻ ഇൻഡിവിജ്വൽസ് ക്ലൈം. ഒരു ഇൻഡിവിജ്വലിന്റെ ക്ലൈമിനെ സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, രജിസ്ട്രേഷനെ വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റൂളിംഗിലൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, രജിസ്ട്രേഷൻ ഓഫ് എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ, ആ ഒരു പ്രോബ്ലം വന്നാൽ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് മറ്റു ചില ഡോക്യുമെന്റ്സും കൂടി വേണം. എന്നാൽ മാത്രമേ ഈ ഒരു ഓണർഷിപ്പാണ്, ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് രജിസ്ട്രേഷനും ഓണർഷിപ്പും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്